ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, മറിച്ച് നമ്മളുടെ ഈ കൊച്ചു ചാനലും മോണിറ്റൈസേഷൻ ആയതിൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഏതൊരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കടമ്പ തന്നെയാണ് ചാനൽ മോണിറ്റൈസേഷൻ ആവുക, അതായത് വീഡിയോയിൽ ആഡ് വരിക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനലിലും ആഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കാരണം ആദ്യം തന്നെ ഈ സന്തോഷം ഷെയർ ചെയ്യേണ്ടത് നിങ്ങളോട് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ എന്നെ ഈ നിലയിൽ എത്തിച്ചത് ഇത്രയും 3600 സബ്സ്ക്രൈബേഴ്സോളം ഉള്ള ചാനലാക്കി മാറ്റിയത് നിങ്ങൾ ഓരോരുത്തരാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സിനോടും അതുപോലെ ഫാമിലി മെമ്പേഴ്സിനോടും ഒരു ബിഗ് താങ്ക്സ് പറയാണ്. അത്രയ്ക്ക് നിങ്ങളോട് കടപ്പെട്ടിരിക്കുകയാണ് ഞാൻ. ഏതൊരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റത്തെ കടമ്പ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സാണ്. അതിനുശേഷം നമ്മൾ ആഗ്രഹിക്കുന്നത്, ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് തന്നെ 4000 മണിക്കൂറാക്കുക എന്നുള്ളതാണ്. യൂട്യൂബിൻ്റെ റൂൾസ് എന്ന് വെച്ചാൽ ഒരു വർഷത്തിനകം 4000 മണിക്കൂർ, അതുപോലെ 1000 ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് കടന്നു കഴിഞ്ഞാലും നമുക്ക് 4000 മണിക്കൂർ, അതായത് 2,40,000 മിനിറ്റ് ആവുക എന്നുള്ളത് കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ ചാനലും മോണിറ്റൈസ് ആകുമ്പോഴേക്കും 4000 മണിക്കൂർ ആകുമ്പോഴേക്കും ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വർഷവും 2 മാസവും കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ചാനലിലും ആഡ് വന്ന് തുടങ്ങിയത്. അപ്പോൾ ഈ റൂളെന്ന് വെച്ചാൽ ഒരു വർഷത്തിനകം 4000 മണിക്കൂർ എന്നല്ല യൂട്യൂബിൻ്റെ റൂള്. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷത്തിനുള്ളിൽ 4000 മണിക്കൂറും 1000 ഫോളോവേഴ്സ് എന്നല്ല. എപ്പോഴാണോ നമുക്ക് മോണിറ്റൈസേഷൻ ആവുന്നത്, അതായത് 4000 മണിക്കൂർ നമുക്ക് എപ്പോഴാണോ ആവുന്നത് അന്ന് തൊട്ട് മുന്നോട്ടുള്ള 365 ദിവസമാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം കൊണ്ട് 4000 മണിക്കൂർ ആക്കണമെന്നൊന്നുമില്ല. അത് പലർക്കുമുള്ളൊരു ഡൗട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ക്ലിയർ ചെയ്ത് തരുന്നത്. കാരണം എനിക്ക് ഒരു വർഷവും 2 മാസവും ആയതിനു ശേഷമാണ് 4000 മണിക്കൂറായത്. അപ്പോൾ ആദ്യമേ ചെയ്ത, ഒരു വർഷത്തിന് മുമ്പ് ചെയ്ത നമ്മുടെ വാച്ച് ടൈമൊക്കെ നഷ്ടമാവും, അത് ഉറപ്പാണ്. കാരണം 365 ദിവസത്തെ മാത്രമേ അവർ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോകളാണ്. 210-ൽ കൂടുതൽ വീഡിയോകൾ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അധികവും കുക്കിംഗ് വീഡിയോസ് തന്നെയാണ്. കുക്കിംഗ് ചാനലാണ് എൻ്റേത്. പിന്നെ 1-2 വ്ളോഗുകളും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഹോം ടൂറും അതുപോലെ ഡേ ഇൻ മൈ ലൈഫ്, ഇങ്ങനെ 1-2 വ്ളോഗുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി മുഴുവനും കുക്കിംഗ് വീഡിയോസ് തന്നെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, ഇനിയും ഇതുപോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഇനിയും മുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, വീഡിയോയുടെ ഇടയിൽ വരുന്ന ആഡുകൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മളിൽ പലരും മലബാർ ഏരിയയിലുള്ള ഫുഡുകൾ, അതായത് കേരള സ്റ്റൈലിലുള്ള ഫുഡുകളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഫുഡുകളുടെ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ആ കുഞ്ഞു ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനലിൽ ഞാൻ 210 വീഡിയോകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ 3/4 ഭാഗവും മലബാർ സ്റ്റൈലിലുള്ള റെസിപ്പികളാണ്. സ്നാക്കുകൾ, അതുപോലെ ഡിന്നറ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചുകൾ, ബിരിയാണികൾ, പുഡിങ്, ഐസ്ക്രീം, അതുപോലെ തന്നെ ജ്യൂസുകൾ, പായസങ്ങൾ എന്ന് വേണ്ട പല വിധത്തിലുള്ള മലബാർ ഏരിയയിലുള്ള പല റെസിപ്പികളും ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും, സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടി ഒരു ബിഗ് താങ്ക്സ് പറയാണ്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു.
ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിച്ചാൽ മതി. അറിയുന്നതാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്